പേവിഷബാധ പ്രതിരോധ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി അങ്കണത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പേവിഷബാധ പ്രതിരോധം തടസ്സങ്ങളുടെ അതിരുകൾ ഭേദിക്കാമെന്ന സന്ദേശവുമായി ലോക പേവിഷബാധ പ്രതിരോധ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ഉദ്ഘാടനം ചെയ്തു. അതാണ് ഒരു കാര്യം. രണ്ടാമത്തേത് പറയുന്നത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് 100% ഫേസ്ഡാണ്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഈ പേവിഷബാധ ഉണ്ടായ ആള് മരണത്തിന് കീഴടങ്ങും. അപ്പം ഉണ്ടാവാതിരിക്കാം, അല്ലെങ്കിൽ ഉണ്ടായി കഴിഞ്ഞാലുള്ള ഇതിന്റെ ഫേസ് രണ്ടിതാണുള്ളത്. അപ്പൊ നമുക്ക് ശരിക്കും ആൾക്കാരുടെ ഇടയിൽ ഇതെങ്ങനെ അതിനെ പ്രതിരോധിക്കാം എന്ന് മനസ്സിലാക്കുന്ന, അതാണ് തടസ്സങ്ങൾ എന്ന് പറയുന്നത്. പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അത് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ആൾക്കാർക്കിടയിൽ ഒരു അവബോധം ഉണ്ടാക്കുക. പിന്നെ ഈ പേവിഷബാധ ഉറപ്പായിട്ട് അറിയാമല്ലോ, മൃഗങ്ങൾ വഴിയാണ് നമുക്ക് വരുന്നത്. മൃഗങ്ങളെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയൊരു RMO ഡോക്ടർ പ്രതീക്ഷ പുളിക്കുഴി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ KI ഷേർലി വിഷയാവതരണം നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ S ജയകൃഷ്ണൻ പേവിഷബാധ പ്രതിരോധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പേവിഷബാധ 100% മരണകാരണമായ ഒരു രോഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ യഥാസമയത്തുള്ള പ്രഥമ ശുശ്രൂഷയും പ്രതിരോധ കുത്തിവെപ്പും ആവശ്യമായ മറ്റു ചികിത്സകളും കൊണ്ട് പേവിഷബാധയും മരണവും ഒഴിവാക്കാനാകുമെന്ന് എനിക്കറിയാം. രോഗബാധിതരായ പട്ടി, പൂച്ച, കുരങ്ങൻ, വവ്വാൽ, വന്യമൃഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവയുടെ സ്രവങ്ങളിലൂടെ രോഗാണു പകരുന്നതിനാൽ ഇവയുടെ നക്കൽ, മാന്തൽ, പോറൽ, കടി തുടങ്ങിയവ ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് മുതിർന്നവരെ ഞാൻ അറിയിക്കും. നഴ്സിംഗ് സൂപ്രണ്ട് നിർമ്മല അഗസ്റ്റിൻ ചടങ്ങിൽ സംബന്ധിച്ചു. ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ S ജയകൃഷ്ണൻ ചടങ്ങിന് സ്വാഗതവും സീനിയർ നഴ്സിംഗ് ഓഫീസർ സിനി ജോസഫ് നന്ദിയും പറഞ്ഞു. യോഗത്തെ തുടർന്ന് KVM കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ ബോധവൽക്കരണ പരിപാടിയും വേദിയിൽ അരങ്ങേറി.